മൂവാറ്റുപുഴയുടെ വികസന മുരടിപ്പിനെതിരെ NDA മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 5 വർഷക്കാലമായി മൂവാറ്റുപുഴയുടെ MLA ആയിരിക്കുന്ന വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ട MLAക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് മുറിക്കൽ പാലം ഉൾപ്പെടെ KSRTCയുടെ നവീകരണം ഉൾപ്പെടെ താലൂക്ക് ആശുപത്രിയുടെ വികസനം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ച് നിരവധി ജനസമൂഹം രംഗത്ത് വന്നപ്പോഴും അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത മൂവാറ്റുപുഴയുടെ MLAയുടെ കിരാത വാഴ്ചയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ മുറിക്കൽപ്പാലം യാഥാർത്ഥ്യമാക്കിയില്ല, നഗരവികസനത്തിന്റെ പേരിൽ നടത്തിയ റോഡ് നിർമ്മാണം അവതാളത്തിലാക്കി തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. BJP ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം നഗരം ചുറ്റി MLA ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യം മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ കടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ തുടരുന്ന മൂവാറ്റുപുഴയുടെ MLAക്ക് അധികാരത്തിൽ തുടരുവാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ പ്രതിഷേധ മാർച്ച് എത്തിച്ചേർന്നിരിക്കുകയാണ്. തുടർന്ന് നടന്ന യോഗത്തിൽ BJP വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ അധ്യക്ഷത വഹിച്ചു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മാത്യു കൂടനാടൻ ഈ സംസ്ഥാനത്ത് യാത്ര എന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴക്കാർ പറയും, ഈ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ഇതുവരെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നടപ്പിലാക്കുവാൻ കഴിയാത്ത ഒരു MLA ആരെ എന്ന് ചോദിച്ചാൽ അത് മാത്യു കുഴൽനാടാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ മൂവാറ്റുപുഴ വോട്ടർമാർ പറയും. അതാണ് മൂവാറ്റുപുഴ അവസ്ഥ. അദ്ദേഹം പറയുവാനുണ്ട്, കഴിഞ്ഞ ഭരണകാലം അത് LDFന്റെ ഭരണകാലത്ത്, പിണറായിയുടെ ഭരണകാലത്ത് LDFന്റെ MLA ഉണ്ടായിരുന്ന ആ ഭരണത്തില് തുടക്കമിട്ട പലതും അത് ഏതുമായിക്കൊള്ളട്ടെ ആ കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുഴൽനാടൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: KSRTC ബസ് സ്റ്റാൻഡ് നവീകരണം അത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ഈ MC റോഡില് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യപ്പെടുവാൻ ആശ്രയിക്കുന്ന മേഖല മൂവാറ്റുപുഴ ഡിപ്പോയായിരുന്നു. മൂവാറ്റുപുഴ KSRTC ഡിപ്പോയായിരുന്നു. അത് പൊളിച്ചടക്കുന്ന കാര്യത്തില് ഇവിടുത്തെ LDFും UDFും ഒന്നായി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അവരെന്താണ് ചെയ്തത്? ഈ മൂവാറ്റുപുഴയുടെ KSRTC ഡിപ്പോ അത് പൊളിച്ചടക്കുകയും MC റോഡിലൂടെ യാത്ര ചെയ്യപ്പെടുന്ന യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം കൊടുക്കാതെ ഇവിടുത്തെ എങ്ങനെയാണ് ഈ ഡിപ്പോ നശിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് LDFന്റെ MLAയും ഇപ്പോഴെ മാത്യു കുഴൽനാടനും ഈ മൂവാറ്റുപുഴ നടപ്പിലാക്കിയിരിക്കുന്നത്. ഏത് കാര്യത്തിലാ? യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തില്. യാത്രാ സൗകര്യങ്ങള് സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്രയിക്കുന്ന മേഖല KSRTCയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമാ, പ്രൈവറ്റ് ബസ്സുകളുമാ. അതിനെ ആശ്രയിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഇവിടുത്തെ നിവാസികള് ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോതമംഗലത്തിന്റെയും വാഴക്കുളത്തിന്റെയും മറ്റു മേഖലയിലുമുള്ള KSRTC ആശ്രയിക്കുന്ന ജനങ്ങളെ പുച്ഛിച്ച് തള്ളുകയല്ലേ ശ്രീമാൻ മാത്യു കുഴൽനാടൻ ചെയ്യുന്നത്? BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അരുൺ P. മോഹനൻ, ET നടരാജൻ, BDJS മണ്ഡലം പ്രസിഡന്റ് വിൽസൺ MS, 2020 മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് പോൾ, JSS ജില്ലാ സെക്രട്ടറി സോമൻ പായ്പുറ, BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മരക്കേക്കര, KN ഗോപാലകൃഷ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം സെബാസ്റ്റ്യൻ മാത്യു, മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T. ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തികച്ചും അശാസ്ത്രീയമായിട്ടുള്ളതാണ്. അതിന് പാർക്കിംഗ് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തില്ല. ഒരു റോഡ് വികസിക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടത് അതിന് വേണ്ട പാർക്കിംഗ് സൗകര്യങ്ങളാണ്. ഇവിടെ പ്രതിപാദിച്ചു വ്യാപാരികളുടെ മുമ്പിലെല്ലാം വേലിക്കെട്ടുകളാണ്. അറിയപ്പെടുന്ന മുന്നണി എല്ലാ സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്ന മുന്നണി ആയിക്കൊണ്ടിരിക്കുന്നു.
അത് വേറെ മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്കറിയാം വികസനം ഒന്നുകൊണ്ട് മാത്രമാണ്. രണ്ടാമത് സാഹോദര്യം. ഏറെ അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തുവാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും 2020 എന്ന പാർട്ടി NDAയിലേക്ക് കടന്നു വന്നപ്പോഴും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ പ്രതിഷേധിച്ച് നടന്ന ഒരു സമയങ്ങൾ ഞങ്ങൾ കണ്ടു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധ സമരം നടത്തുന്ന പാർട്ടികൾ എൽദോസിനെ തോപ്പിച്ച് എന്നെ ജയിപ്പിച്ച ഇവിടെ സുവർണ അവസരം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ മാത്യു കൊള്ളനാട? എന്നിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ ഒന്ന് കാണാൻ വന്നപ്പോ ഇവിടെ പോലീസിനെ കൊണ്ടുവന്ന് കയറി കെട്ടി. ഈ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനു മുമ്പുണ്ടായിരുന്ന MLA-മാർ കുറച്ച് ഹൈമാക്സ് ലൈറ്റുകളെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതുപോലും വേണ്ട രീതിയിൽ നടപ്പിലാക്കുവാൻ സാധിക്കാത്ത ഒരു MLA ആണ് ഇന്ന് നമ്മുടെ മൂവാറ്റുപുഴയിലുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ഒരു MLA-യുടെ കഴിവുകെട്ടിട്ടുള്ള ഈ കഴിഞ്ഞ 5 കൊല്ലം നമ്മുടെ മൂവാറ്റുപുഴയെ 10 കൊല്ലം പിന്നോട്ട് നയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. BJP മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV ജോണി, വാഴക്കുളം മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ KP തങ്കക്കുട്ടൻ, സജികുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.